എടാ ബിനീഷേ, നീ അറിഞ്ഞ നമ്മുടെ സഫർ ബീഡി വലി തുടങ്ങിയെന്ന്. ഏത് സഫർ? നിനക്ക് ഏതൊക്കെ സഫറിന് അറിയാം? എടാ നമ്മുടെ സഫർ. പോടാ, വെറുതെ ഗുണ്ടടിക്കല്ലേ ചോന. എടാ ഗുണ്ടല്ലടാ ബിനീഷെ, കാര്യായിട്ട്. എടാ അവൻ ബീഡി അല്ല സിഗരറ്റ് വലി തുടങ്ങിയെന്ന്. ആ എടാ നിന്റെ അച്ഛന്റെ കൂടെ പാർട്ടിയിലുള്ള മറ്റേ മധുവേട്ടനില്ലേ? ആ മധുവേട്ടന്റെ വീടിന്റെ പുറകിൽ നിന്നല്ലേ ഇവന് പരിപാടി ഒപ്പിക്കുന്നേ. മിസ്റ്റർ ചോനൻ, കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. തെളിവുകളുണ്ട് മൈ ലോർഡ്. ലിബാഷ് ആൻഡ് സുസീജ്. ഓ മൈ ഗോഡ്. എടാ രാമായണ മാസം ആയതുകൊണ്ട് എനിക്ക് പൈസ അടിച്ചു മാറ്റാൻ പറ്റൂല. പക്ഷേ അമ്മേ, ഞാൻ പൈസ എടുത്തണ്ടേ? നിക്ക്, അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണോ നീ ആശ്രയിന്ന് പൈസ എടുത്തേ? ഹായ്, അതിന് അച്ഛനോട് ചോദിക്കാൻ. അച്ഛനെ കണ്ടില്ല, പുറത്തെല്ലാം പോയിരിക്കും. അമ്മ പറഞ്ഞാൽ മതി. ഞാൻ അടുക്കളയിൽ ഉണ്ടായിരുന്നല്ലോ, എന്നോട് ചോദിക്കായിരുന്നില്ലേ? അമ്മ അടുക്കളയിലായിരുന്നില്ലേ? ആ ബിലീഷ്, നിനക്ക് ഇപ്പൊ എന്താ പൈസയുടെ ആവശ്യം? എന്താ അത് എൻ്റെ ക്ലാസ്സിൽ സുസീജിന്റെ അച്ഛന് തീരെ വയ്യ. അപ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സംഭാവന ചെയ്യാൻ. ഓ, സുസിജിന്റെ അച്ഛൻ എന്താ അസുഖം? ഫിസ്റ്റുലയാണ്. എന്നൊരു പെണ്ണ് പ്രേമിക്കണ്ടട്ടാ നിന്നെ. സഫറെ ബിനീഷ് ചേട്ടാ ഒരു പാക്കറ്റ് ബീഡി. ബീഡിയല്ല ചേട്ടാ, 2 സിഗരറ്റ്. എടാ 2 ആണോ അല്ലേ 3 ആണോ? 2 വാങ്ങാനാണ് അമ്മാവൻ പറഞ്ഞത്. 3 കുഴപ്പമില്ല. അമ്മാവൻ വലിച്ചോട്ടെ, പാവം. വലിച്ചോട്ടെ. ഇന്നെന്ത് പറ്റിയടാ നിന്റെ അമ്മാവൻ കുറച്ച് വലിക്കാൻ? അമ്മാവന് നല്ല ചുമയാ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും 3 വലിക്കാൻ പറ്റൂല. ശരി ചേട്ടാ. മണ്ടൻ. ശ്രദ്ധിച്ച് മെല്ലെ. ഈ മണ്ടരൊക്കെ കൂട്ടി നമ്മൾ വേണം പറയാം. അയ്യോ ഈ മണ്ട വാതിലടക്കി. ഓ എങ്ങനെയാണ് സ്ഥലം? ആരും പറ്റില്ലോ ഇവിടെ. അടിപൊളി. എടാ തീപ്പൊട്ടി എടുത്തില്ല. ओए पुअर पुलिनाट बच्चा, ये सफर का सरफरोश है एकदम सॉलिड. चिंबू बाती बनी खेड़ा. അമ്പോ ബോയ്സ്, തീ കൊണ്ടുള്ള കളിയായതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, പിന്നെ കത്തിക്കുന്നതിന് മുന്നേ ഞാൻ പുകവലിയുടെ ഐതിഹ്യം പറഞ്ഞുതരാം. ഓക്കെ, ഉച്ചയോട് കഴിഞ്ഞ് ഒരു ഗുമ്മും ഇല്ലാതിരിക്കുന്ന നമ്മുടെ വരുണദേവന്റെ അടുത്ത് വായുദേവൻ ചോദിച്ചു, നമുക്കൊന്ന് പുകച്ചാലോ? ഓ, പക്ഷെ ആ ചോദ്യം അഗ്നിദേവൻ ഇഷ്ടപ്പെട്ടില്ല. നിനക്കും ഇഷ്ടപ്പെട്ടില്ല ഇല്ലേ? അങ്ങനെ ഇവർ രണ്ടാളും ഇതൊന്നും കേൾക്കാത്ത അങ്ങോട്ട് കത്തിക്കുക. എന്നിട്ട് പുകച്ച് വിട്ടിട്ടാണ് ഇവിടെ മേഘങ്ങൾ മൊത്തം ഉണ്ടാവണം. നീ കഥയൊക്കെ തീരുമ്പോ പറയാമോ? അപ്പൊ ശ്രദ്ധിക്കാം. നിനക്കോ? കത്തിക്കട സഫറെ. ഓക്കെ, മുട്ട് പൊട്ടാതെ സൈക്കിൾ ഓടിക്കാൻ പറ്റൂല. അതുപോലെ വെള്ളം കുടിക്കാതെ നീന്തലും. പുക വലിക്കണോ പഠിക്കണോ? ചുമ ഡെഫിനിറ്റാ. ഓക്കെ, സീനാവോ കൊണ്ടോ. വലിച്ചോ കത്തി തീർന്നേ പോലും വലിച്ചാ.
വലിച്ചടാ. എടാ വേണ്ട ഒരു കേട്ടോ. കുഴപ്പമില്ല. വലിച്ചോ, വലിച്ചോ. ഭയങ്കര പ്രശ്നം. ധൈര്യമായിട്ട് വലിച്ചോ. ഒന്നൂടെ ഒന്നൂടെ. നോക്കടാ, ഞാൻ ചോദിക്കില്ല. സിഗരറ്റ് മാറിപ്പോയോ? കണ്ടോ? അങ്ങനെ അമ്മാവൻ്റെ പേരിൽ സിഗരറ്റ് വാങ്ങുന്നത് ഞങ്ങൾ പതിവാക്കി. പതിയെ 1 2 2 3 3 4 പിന്നീട് അങ്ങോട്ട് കണക്കൊന്നും ഇല്ലാണ്ടായി. കുറച്ച് കഴിഞ്ഞ് കയറിക്കോടോ, പുക പോട്ടെ. കുഴപ്പമില്ല. ആ എന്താണ് അതിന്റെ ഒരു മണം? ആ അമ്മാവ അതിനകത്ത് സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് ഇങ്ങോട്ടൊന്ന്. പിന്നെ ഞാനാ പൊടി ചോർന്നു. ഗുഡ് മോർണിംഗ് സാർ. Morning. 6 next. ഗുഡ് മോർണിംഗ് മാഷേ. മോർണിംഗ്. ധനോ സാർ, ആ എന്താണ്? തീപ്പെട്ടി ഉണ്ടായില്ല? ബാത്റൂമിലുണ്ട്, അവിടെ നോക്കിയാൽ മതി. അവിടെ തന്നെ വെച്ചല്ലേ. 3 ജിന്നുകള്. സഫർ ഒറ്റയ്ക്ക്. ഇവിടെ ഒക്കെ സഫർ ഒറ്റയ്ക്ക്. സഫർ പേടിക്കോ? ഞാൻ പേടിക്കില്ല. ഇത് ഞാൻ പറഞ്ഞു വെക്കുണ്ടോ? എന്നിട്ടുണ്ടല്ലോ അതിലൂടെ ഞാൻ അങ്ങനെ നടന്നിങ്ങനെ വരുമ്പോണ്ടല്ലോ ഈ ജിന്നുകളടുത്ത് നമ്മളെ കളി നടക്കൂലല്ലോ. ഞാൻ മറ്റേ സാധനം ഏത് വലിയപ്പ പറഞ്ഞ മറ്റേ സാധനം ഉണ്ടല്ലോ, ബഹന്നന്തില്ലാത്ര എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമുണ്ട്. ഈ എന്റെ വീട്ടിൽ എന്റെ സഫർ ഒന്നും മിണ്ടായിരിക്കോ? കൊറേ നേരായി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാടാ അത്. വീടല് ലോക വീടല് ഷോന മാണ്ടട്ടോ മൂക്ക വീണ്ടും വീടല് ലോക വീടല്. നിങ്ങളോടൊന്നും ഞാനൊരു കാര്യം പറയും. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. സാർ നോട്ടീസ്. സാറേ Sir, Imbichi Koya Kaka waiting outside. ഇത് ചീപ്പ് ഷോ അല്ലേ? ബുക്ക് ചെയ്താ ഇതാടാ മണ്ട. സാറ് വായിച്ചോ? സ്റ്റുഡൻസ്, ദർ ഈസ് ആൻ അൺയൂഷ്വൽ നോട്ട് ഫ്രം അവർ പ്രിൻസിപ്പൽ. നമ്മളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ മൂത്രപ്പുരയുടെ പരിസരത്തായി സിഗരറ്റ് കുറ്റികൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അതിന് കാരണം ഒരുപക്ഷെ സാമൂഹ്യ വിരുദ്ധരാവാം, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആവാം, ചിലപ്പോൾ സ്റ്റുഡൻസും ആവാം. അങ്ങനൊരു തെറ്റ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതാത് ക്ലാസ് ടീച്ചറോട് കാര്യം പറയണം. ഓക്കെ? ഇനി ആരും ഇത് ആവർത്തിക്കാതിരിക്കുക. തുടർന്നും ഇത്തരം പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദ സ്കൂൾ മാനേജ്മെന്റ് വിൽ മേക്ക് ഷുവർ ദാറ്റ് എവരിവൺ ബിഹൈൻഡ് ദ സെയിം വിൽ സഫർ. Everyone behind the same will suffer.
സർ സഫർ സഫർ സർ ഞാൻ മാത്രല്ല ബിനീഷ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. നീ എന്തിനാണ് എന്റെ വീട് കൊടുത്തത്? അപ്പൊ ഞാൻ മാത്രം പെട്ടോണ്ടെന്നില്ലേ? അയ്യടാ, നീ എന്തിനാ എഴുന്നേറ്റത്? പിന്നെ എന്റെ പേര് വിളിച്ചത് നീ കേട്ടല്ലേ? നിന്റെ പേര് വിളിച്ച ആ വിൽ സഫർ. ഏതല്ല, എനിക്ക് നല്ല ഇംഗ്ലീഷൊക്കെ അറിയാം. 2 വിക്കറ്റ് പുറത്തേക്ക് നോക്കിയാലേ 2 നോക്കിയാലേ അത്തട്ടി തിരിക്കണണ്ട. സർ സാർ ഞങ്ങൾക്ക് വലിക്കാൻ തീപ്പെട്ടി തന്നത് ശ്വാനാണ് സാർ. മനു പുറത്തു വാടാ. എന്നോട് മനസ്സിലാക്കട്ടെ. അയ്യോ പ്രിൻസി, നിങ്ങളെന്താ ഇവിടെ എഴുതിയില്ല. ഇവര് സീറ്റ് വിളിച്ചു സാർ. പാരന്റ്സിനെ വിളിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. ഓക്കെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആലോചിച്ചൊരു രക്തം പിടിയും കിട്ടുന്നില്ല. കൂടെ നിന്ന ശ്വാനും സഫറും വരെ. ഞങ്ങൾ പഠിപ്പ് നിർത്തി. എന്നെ മനസ്സിലാക്കുന്ന ഒരാള് പോലും ഈ വീട്ടിലില്ലല്ലോ. അല്ല, ആരും പറഞ്ഞില്ലാന്ന്. അല്ലെങ്കിൽ ഒന്ന് വലിച്ചിട്ട് പറയാം. എന്നാ ഞാൻ തുടങ്ങട്ടോ? യാദവാഹിനിക്കറിയാം. എന്നാ ആ കൊണ്ട് പിടിച്ചോ. ആ അക്കരെ നിക്കണ ചക്കരമാവിലൊരിത്തിരി മുന്തിരി കിങ്ങിണി കെട്ടി ചെറു ചെറു കൂടുകൾ കൂടുകൾ കൂട്ടി പറവുകളായി പല വഴി അതുവഴി കിതച്ചെത്തും കാറ്റേ കൊതിച്ചുപ്പും കാറ്റേ ചിങ്കിടി ചിക്ക ചിക്ക ചിങ്കിടി ചിക്ക. കള്ളൻ കള്ളനാ? മിണ്ടരുത് ഇവിടെ. അച്ഛാ, അമ്മേ, നിന്റെ അച്ഛൻ എവിടെയാണോ വിഗ്രഹം? എവിടെയാണ് ഓ, ഞാൻ കഴിക്കാൻ വൃത്തിയാവില്ലെന്നാണല്ലോ അവന്റെ പരാതി. ഇനി കംപ്ലൈന്റ് വേണ്ട, അമ്മ എന്നെ കഴുകി കൊടുത്തേക്ക്. മക്കള് പോത്തുപോലെ വളർന്നിട്ട് എന്താ? രാവിലെ മുതൽ ഞാൻ തന്നെ പണിയെടുക്കണം. 4 തുണി ഞാൻ തന്നെ അലക്കണം. എടാ, അത് കുടിക്കല്. ചായ വേണോ നിനക്ക്? നീ അത് അമ്മയുടെ പറ. ചെല്. സരസ്വതി എടുത്തേ. സരസ്വതി എടുത്തി. ഞാൻ അങ്ങാടി കാണും. സുധയോ?
എത്ര കാലമായി കണ്ടിട്ട്. നീ വീട് മാറിപ്പോയ പിന്നെ നല്ലപ്പോഴല്ലേ? സുഖല്ലേ? സുഖം തന്നെ എടുത്തേ. പിന്നെ ഈ വഴി വരുന്നൊക്കെ വല്ലപ്പോഴുവാ. നമ്മുടെ MLA ബാലേന്ദ്രൻ സാറിനെ കണ്ടിട്ട് വരുന്ന വഴിയെപ്പോ. എന്തു പറ്റി? മൂത്ത മോന്റെ കൊച്ചിന് 2 വയസ്സായി. ഇനി 3-4 കൊല്ലം കഴിഞ്ഞാൽ LKG-യിലാക്കണ്ടേ? ഓ ശരി ശരി. അതൊക്കെ പോട്ടെ, കുട്ടികളൊക്കെ നല്ല നിലയിലായല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. പിന്നെ നമ്മുടെ ബിനീഷും ബീനയൊക്കെ എങ്ങനെ ഇരിക്കുന്നു ഇപ്പോ? ബിനീഷ് എന്താ BEd കഴിഞ്ഞ് PSC എന്നും പറഞ്ഞ് പണിക്കും പോവാതെ കാള് കളിച്ച് നടക്കുന്നു. അവനെല്ലാം പിന്നെ ആരംഭശൂരത്താണല്ലോ. ഇനി അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ ചേരണമെന്നും പറഞ്ഞ് വിജിത്തിന്റെ കൂടെ തെക്ക് വടക്ക് നടപ്പാണ് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. അമ്മേ ചായ, അമ്മേ ചായ. അമ്മ തുണി കഴുക, താഴോട്ട് വന്ന് ഞാൻ ഇട്ടുതരാം. എടീ അവന്റെ മുഖത്ത് നല്ലോണം തേച്ചു കൊടുക്ക്, മൊത്തം മുറിഞ്ഞിരിക്കുക. അമ്മ കൊടുത്തേരാട്ടോ. എടി എടി ഈ ചായ അവന് കൊടുത്തിട്ടേ എനിക്ക് പുതിയൊരു ചായ കിട്ടുക. ആരോട് പറയാ? ചേച്ചി എന്റെ ഷർട്ട് എടുത്താ? അത് അമ്മ അലക്കിക്കൊണ്ടിരിക്കുക. അലക്ക്. അത് ബിനീഷല്ലേ? ബിനീഷ്. ഡാ, നീ അവിടെ എന്താ തരുന്നേ? ഞാൻ എന്റെ ബൈക്കിന്റെ കീ നോക്കിയതാ. മോനെ, ഞാനാരാന്ന് മനസ്സിലായോ? സരസ്വതി എടുത്ത് നിന്നെ ഈ കയ്യിലോട്ടാ പെറ്റിട്ടത്. ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യ ചേച്ചി അത്? നല്ല ഓർമ്മയുണ്ട്. ആരെങ്കിലും ജനിച്ച ദിവസം മറക്കൂ? ഞാൻ ജനിച്ച സന്തോഷത്തില് ചേച്ചി അന്ന് ആ പൂക്കളുള്ള ഷിഫോൺ സാരി എടുത്തോണ്ട് ഓടിപ്പോയി കിണ്ണതപ്പം വാങ്ങിക്കൊണ്ട് വന്ന് ഹാപ്പി ബർത്ത്ഡേ പാടിയത് ദാ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. അതൊക്കെ ഒരു കാലം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ വല്ല ഓർമ്മയുണ്ടോ? അല്ലേ അമ്മേ? പോട്ടെ ചേച്ചി, ഇവിടെ സിഗരറ്റ് വെച്ച് നല്ല ഓർമ്മയില്ല. അപ്പോഴാണ്. ശരി സരസ്വതി എടുത്തി, കുട്ടികളുടെ അച്ഛൻ കാത്തു വെക്കുന്നുണ്ടാവും. നമ്മളിപ്പോ എന്താ പറഞ്ഞു വന്ന്? ജനദ്രോഹപരമായ ബജറ്റിനെ കുറിച്ച്. ദീർഘവീക്ഷണം, ലെവലേശമില്ലാത്ത പ്രഹസനമായിരുന്നു ബഡ്ജറ്റ് എന്ന പേരിൽ ധനമന്ത്രി കാട്ടിക്കൂട്ടി. ഇപ്പോ നിത്യോപയോഗ സാധനങ്ങളായ അരി, പഞ്ചസാര, മണ്ണെണ്ണ ഇതിന്റെയൊക്കെ വില ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുക. അതെ സെക്രട്ടറി, മധുചേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെക്രട്ടറി MLA-യുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. തീർച്ചയായിട്ടും. ഹലോ, BACL പാർട്ടി ഓഫീസ്. ആവശ്യം പാലന എന്തായി അവിടുത്തെ അവസ്ഥ? അല്ല, അത് ഞങ്ങളിത് തുടങ്ങിയതേ ഉള്ളൂ. സാറിത് എവിടെ എത്തി? ഞാൻ 5 മിനിറ്റ്. പിന്നെ വിശാലം പറയുന്നത് അവിടെ കേൾക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ചോദിക്കുന്നതിന് യെസ് ഓർ നോ പറഞ്ഞാൽ യെസ് ആണെങ്കിൽ മഹേന്ദ്രമോദി, നോ ആണെങ്കിൽ രോഹൻ ഗാന്ധി. അതെ, ബഡ്ജറ്റ് വിഷയം ചർച്ചക്കെടുത്തോ? മോദി. അനുകൂലമാണോ അവസ്ഥ? രോഹൻ ഗാന്ധി. ആ മധു വിജിത്ത് തമ്മിൽ ഇക്കാര്യത്തെ അഭിപ്രായത്തൊന്നും ഇല്ലേ? രോഹൻ ഗാന്ധി. മിക്കവാറും നമ്മള് മറുകണ്ഠം ചാടി ഭരണപക്ഷത്ത് എത്തും എന്റെ വിശാലം. സത്യം. അതുകൊണ്ട് സ്മൂത്തായിട്ടും ഒഴിവാക്കിയിരുന്നു മോദി. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. മനുഷ്യചങ്ങലയുടെ ഫണ്ട് പാസ്സായിട്ടുണ്ട്. അല്ല, ഈ ഫണ്ടിന്റെ കാര്യം അവരോട് പറയണ്ടേ? രോഹൻ ഗാന്ധി, രോഹൻ ഗാന്ധി. കൈയിട്ട് വാരല്ലേ മഹേന്ദ്ര മോദി. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ താത്തി. ഓക്കെ ശരി. എന്തായിരുന്നു സെക്രട്ടറി ഫോണില്? പൊളിറ്റിക്സ്, ഡൽഹി പൊളിറ്റിക്സ്. ഓ ഭയങ്കര. നമ്മളെന്താ പറഞ്ഞു വന്നത്? ബജറ്റ് ബജറ്റ് ബജറ്റ്.
ജനഹിതത്തിനൊപ്പം നിൽക്കുന്ന ബജറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനെ കുറിച്ച് സെക്രട്ടറിക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. നമ്മൾ നേരെ തിരിച്ചാ പറഞ്ഞു വന്നത്. സി മിസ്റ്റർ എംബിജിക്കോയ, കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ കാണാൻ ശ്രമിക്കൂ. BSCL പാർട്ടി ഒരിക്കലും സങ്കുചിതമായി അരിയിലോ മണ്ണെണ്ണയിലോ പൂഴിയിലോ മാത്രം ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് എംബിജിക്കോയ നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചത് എന്ന് യോഗം വിലയിരുത്തുന്നു. ഉദാഹരണങ്ങൾ നിരത്തി വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മുടെ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിൽ, മേശയിൽ അടിച്ചു കയറ്റുന്ന മുള്ളാണി, ചെരുപ്പിന്റെ വാർ, പിന്നെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ അഥവാ ടോയ്ലറ്റ് പേപ്പർ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്കൊക്കെയാണ് എന്നെ കണ്ടപ്പോഴേ കളഞ്ഞു. ഗുഡ് ബോയ്. കടന്നല്ല കയ്യിൽ വീണു പോയതാ. നമ്മുടെ ബജറ്റ് സാറെത്തിയല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ വരാനൊരു അല്പം വൈകി. കാത്തിരുന്ന് മുഷിഞ്ഞില്ലല്ലേ? സാർ ഇങ്ങോട്ട് ഇരിക്കെ, എല്ലാവരും ഇരിക്കെ. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ ഓരോ BSCL പ്രവർത്തകർക്കും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നാളുകളാണ്. പുളിനാട്ടുകാരുടെ ശക്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ കേന്ദ്രം നമുക്കൊരു സുവർണ അവസരം നൽകിയിരിക്കുകയാണ്. ബംഗാളിന്റെയും ഗുജറാത്തിന്റെയും കാശ്മീരിന്റെയും ഒക്കെ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ഓരോ BSCL പ്രവർത്തകരുടെ ആത്മാർത്ഥതയിൽ വിശ്വാസമർപ്പിച്ച് കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ലക്ഷങ്ങൾ മുടക്കി ചരട് വലിക്കുന്ന അന്യ സംസ്ഥാന ലോബികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് അവർ ഈ ഓഫർ നമുക്ക് വെച്ച് നീട്ടിയിട്ടുള്ളത്. ഇനി ആ ഓഫർ എന്താണെന്നല്ലേ പറയാം. അടുത്ത മാസം 19-ാം തീയതി നമ്മുടെ പുള്ളിനാട്ടിലെ ബീച്ചിൽ നമ്മൾ ചങ്ങലയിട്ട് ബന്ധിക്കാൻ പോകുന്നു. മനുഷ്യ ചങ്ങല. സിറാലിയോണിലെ വൃത്തിഹീനമായ വിമാനത്താവളങ്ങളുടെ ശോചനീയ അവസ്ഥക്കെതിരെയാണ് നമ്മുടെ ഈ പോരാട്ടം. എല്ലാ പുളിനാട്ടുകാരും മനുഷ്യ ചങ്ങലയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും അക്ഷീണിതരായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോ ഫണ്ടോ? അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ നാട്ടുകാരുടെ സഹായഹസ്തങ്ങൾ തേടേണ്ടിയിരിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങ് തിരുവനന്തപുരം വരെ ഓടിയെത്താനുള്ളതാണ്. അപ്പൊ ഞാനെന്നാ അങ്ങോട്ട്. ബഡ്ജറ്റിന്റെ കാര്യം അയ്യോ, അത് ഇതുവരെ ചർച്ച ചെയ്തില്ലേ? എന്താ മധു ഇത് ചർച്ച ചെയ്തില്ലേ? പൊതുവെ അനുകൂലമാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലെ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ദുസ്സഹമാക്കുന്ന വസ്തുതകളൊന്നും തന്നെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇനി അഥവാ എന്തെങ്കിലും വിട്ടുപോയോ സെക്രട്ടറി? സിഗരറ്റ് ഇത്തവണത്തെ ബജറ്റിൽ സിഗരറ്റിന്റെ വില കുത്തനെ ഉയർത്തിയതിൽ എനിക്ക് നല്ല പരാതിയുണ്ട്. ഈ ബജറ്റിൽ നിന്നല്ല, പൊതുവെ എല്ലാ ബജറ്റിലും അത് തന്നെയാണ് അവസ്ഥ. ഇതൊന്നും പോരാ, എന്റെ സിഗരറ്റ് കമ്പനിക്കാര് അവരെ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടുന്ന പൈസ വേറെ. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഞാൻ സിഗരറ്റ് വലി തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്ന ഒരു പാക്കറ്റിന്റെ വിലക്കാണ് ഇന്ന് ഒറ്റൊരെണ്ണം വാങ്ങി വലിക്കുന്നത്. അതും രൊക്കം കാശ് കൊടുത്തിട്ട്. പുള്ളിനാട്ടിലെ കടകളിലൊന്നും സിഗരറ്റിന് മാത്രം കടവില്ല. എന്റെ നാടാണിത്. അത് മാത്രമോ, സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്ത് ക്യാൻസർ കോസസ് സ്മോക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നത് പോരാഞ്ഞിട്ട് ഓലക്ക മൊത്തത്തൊരു ഫോട്ടോ. കടലിൽ നിന്ന് 3-ാം പക്കം പൊങ്ങുന്ന ഡെഡ് ബോഡി കാണാൻ ഇതിനേക്കാളും ഡീസന്റ് ആയിരിക്കും. കഴിഞ്ഞില്ല, ഇനി എങ്ങനെ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയാലോ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ശോകം സീനാണ്. അത് കണ്ട മനുഷ്യൻ ടെൻഷൻ അടിച്ച് പണ്ടാൻ തുടങ്ങി അപ്പം തന്നെ പുറത്തു പോയി ഒരു സിഗരറ്റ് വാങ്ങി വലിച്ച് തിരിച്ചു വരും. അല്ല, ഞങ്ങൾ ഈ സിഗരറ്റ് വലിക്കുന്നവരൊന്നും ഇന്ത്യൻ പൗരന്മാരല്ലേ? അത് ഞങ്ങൾ തവിട് കൊടുത്ത് മേടിച്ചാണോ? തീവണ്ടി വിജിത്തെ നീ കുറിച്ചിട്ടോ? നിന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ അന്ത്യം ദേ ഈ ചെക്കനെ കൊണ്ടായിരിക്കും. മധുവേട്ടോ, അപ്പൊ ഇറങ്ങാം. ഓക്കെ. അപ്പൊ ശരി, നാളെ കാണാം. നാളെ കാണാം. ബൈ. ഞാൻ കാണിച്ചു കേട്ടോ. കാണിക്കും. ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് ആന്റി. മോളെ ദേവി ഇപ്പൊ ഇവിടെയാണോ? എനിക്ക് ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ കിട്ടി. ഓ, അതേതായാലും നന്നായി.
ആരാ, ബിനീഷാണോ ബീനയാണോ? ആരോ എന്നോട് പറഞ്ഞു മോൾക്ക് ജോലി കിട്ടിയെന്ന്. ആന്റി എവിടെ പോയിട്ട് വരാ? ടൗൺ വരെ ഒന്ന് പോയി. നമ്മുടെ ഇട്ടൂപ്പിന്റെ ബേക്കറിയില്ലേ, അവിടെ നമ്മളാ ഇപ്പൊ പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ശരിയാക്കാൻ വേണ്ടി പോയതാ.